ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സത്യം പറയാലോ ഇക്കൊല്ലത്തെ തുടക്കം അടിപൊളിയായിരുന്നു മാഷാ അല്ലാ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ലേറ്റ് ആയത്. കുറേ ട്രിപ്പും കാര്യങ്ങളും പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട് ഫുള്ളും കറക്കം തിരികലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. തുടക്കം അടിപൊളിയായ സ്ഥിതിക്ക് എന്തായാലും ഇക്കൊല്ലം ഫുൾ അങ്ങനെ അടിപൊളിയായിട്ട് പോകട്ടെ മാഷാ അല്ലാ. അപ്പോൾ ന്യൂ ഇയർ തലേന്ന് ഡിസംബർ 31 വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്തിറങ്ങാം, എവിടെയെങ്കിലുമൊക്കെ പോവാം. ന്യൂ ഇയർ ടൈം കഴിഞ്ഞ പോയ പോലെ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. കാരണം ഹൈലൈറ്റിലും ബീച്ചിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്ന് അറിയുന്നുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ചുമ്മാ ഒന്ന് ഹൈലൈറ്റിലൊക്കെ പോയി നമ്മൾ പരിപാടികൾ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റാണ്. എല്ലാ ഫോണിനും ചെറിയ ചെറിയ അവിടെയും ഇവിടെയൊക്കെ പൊട്ടും പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് വൈകുന്നേരം. എല്ലാ ഫോണിൻ്റെതും ഒപ്പരം മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ചുമ്മാ ഒന്നല്ല, ചെറിയൊരു ഓഫർ കണ്ടപ്പോൾ പിന്നെ എന്നാൽ അതൊക്കെ അങ്ങോട്ട് പോയി മാറ്റിക്കാളാന്ന് വിചാരിച്ചു. ഓഫറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗെറ്റ് ഫിക്സ് ഐഫോണിൻ്റെ മാത്രം സർവീസും അങ്ങനത്തെ ആക്സസറീസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് ടൗണിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഓഫറിൻ്റെ ആയിരുന്നു. ഡേറ്റ് സ്റ്റാർട്ടിങ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻഡിങ് നമ്മളെ 31 ഡിസംബറാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അന്ന് തന്നെ പോയി മാറ്റാമെന്നുള്ളത്. ഇതിന് 90 റുപ്പീസോ 99 റുപ്പീസിന് സ്ക്രീൻ കാർഡ് മാറ്റിത്തരും നമ്മൾ ഐഫോണിൻ്റെത്. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ രണ്ടാളെ ഫോണിൻ്റെതും ചെറിയ ഒരു വര അവിടെയും വെടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നല്ല ഓഫറിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്കത് പോയി മാറ്റാമെന്നുള്ള പ്ലാനിൽ അവിടെ പോയതാണ്. അപ്പം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഐഫോണിൻ്റെ എന്തുണ്ടെങ്കിലും അവിടെ പോയാൽ മതി. ഞങ്ങൾ ഐഫോൺ എന്തെങ്കിലും അൽക്കുലത്ത് പണികൾക്കൊക്കെ അവിടെ തന്നെയാണ് പോവാറുള്ളത്. അപ്പം ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഐഫോണിൻ്റെ എന്തെങ്കിലും ശരിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. അത് അന്നത്തെ ഓഫറാണ് കേട്ടോ സ്ക്രീൻ കാർഡിൻ്റെ. ഇനിയിപ്പോൾ പോയി ചോദിച്ചാൽ എന്തായാലും ഓഫറൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ മാറ്റിയതിന് ശേഷം ഐഫോണിൻ്റെ മാത്രമേ അവിടെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണും ഉണ്ടല്ലോ, അതിൻ്റെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റിൽ മൈജി പോയി. കാരണം പോയിൻ്റ് റെഡീം ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പോയിൻ്റ് റെഡീം ചെയ്തിട്ട് അതിൻ്റെ ഗ്ലാസ്സും മാറ്റാം, പിന്നെ എന്തെങ്കിലും വാങ്ങും ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഹൈലൈറ്റിൽ മൈജിയിലേക്ക് പോകാം. കാലിക്കറ്റ് ടൗണിൽ തന്നെ മൈജീൻ്റെ വേറെ ഷോറൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ തന്നെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർവീസാണ്. ഞങ്ങൾ അടിപൊളിയാട്ടോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അടിപൊളിയായിട്ട് നല്ല ട്രീറ്റിങ്ങും കാര്യങ്ങളാണ്. എന്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അത് കറക്റ്റ് പറഞ്ഞു. ഞാൻ എൻ്റെ ടാബ് എടുത്തതും നമ്മളെ ആപ്പിളിൻ്റെ ടാബ് എടുത്തതും പിന്നെ ഓപ്പോ അല്ല സാംസങ് ഫോൺ വാങ്ങിച്ചതും ഒക്കെ ഇവിടെ തന്നെ മൈജിയിൽ നിന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളെ യൂസും പർപ്പസൊക്കെ നോക്കിയിട്ട് അല്ലാണ്ട് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ഇതാക്കലല്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താണോ അതിനെക്കൊണ്ട് യൂസ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക തന്നെ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൈജി ഹൈലൈറ്റിലുള്ള മൈജി ആട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇതാണ് സ്ക്രീൻ കാർഡ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. പോയിൻ്റ് റെഡീം ചെയ്യാൻ പോയതാണ്. എല്ലാം ഒരു ഫ്രീയിൽ കിട്ടുമ്പം അങ്ങോട്ട് എല്ലാം ഒപ്പരം അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിക്കുക, വീട്ടിൽ പോവാം. കാരണം ന്യൂ ഇയറിന് നിൽക്കണ്ട എന്നുള്ളൊരു പ്ലാൻ. കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. അതിനെക്കൊണ്ട് ഇപ്രാവശ്യം ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി പരിപാടി തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ആ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പം റിലാക്സ് ചെയ്ത് വർത്താനം പറഞ്ഞ് അതിനൊക്കെയാണ് എല്ലാവരും പോകാറുള്ളത്. പക്ഷേ ഇതവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തോണ്ടി നോക്കിയിരിക്കാനുണ്ടാവും. അതൊക്കെ പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരോരോ ഇഷ്ടങ്ങളല്ലേ, നമ്മളതിൽ ഇടപെടാൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ ഇടപെടും. കാരണം എന്താണ്, ഞാനേ ഇടപെടാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ഒരു പോകുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞു പോകുന്നത്. ഇതിന് മുന്നേ ഇതേമാതിരി ഒരു കഫേയിൽ പോയ ടൈമിൽ നമ്മളെ ഡൗൺ ടൗണില്ലേ അവിടെ പോയ ടൈമിൽ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളത്. ഫോൺ യൂസ് ചെയ്യരുതെന്ന് അങ്ങനെ സ്ട്രിക്റ്റ് അല്ല, അതിൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാണ്ട് യൂസ് ചെയ്യരുത്. നമ്മളിങ്ങനെ കഫേയിലൊക്കെ പോകുന്നത് റിലാക്സ് ചെയ്ത് കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളെ ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബർഗർ ഉണ്ട്, വിങ്സ് ഉണ്ട്, മൊഹിത്തോ ഉണ്ട്, കോഫി ക്യാപ്പച്ചീനോ ഉണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് നല്ല കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ടിനെ വിളിച്ചത്. എവിടെയുണ്ട്, ന്യൂ ഇയർ ഒക്കെ അല്ലേ, എന്താ പരിപാടി എന്ന് ചോദിച്ചു കാണാം. അപ്പോൾ ഓരോരോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അപ്പം
അങ്ങോട്ട് വരി നമുക്കിവിടെ എൻജോയ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെ കയറി ചെന്നപ്പോൾ അതാ ആർക്കോ വേണ്ടിയിട്ടൊരു നല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കയറുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ പൊട്ടി ഏതാ 2 പൊട്ടിച്ച് നോക്ക്. ടോപ്പ് നോട്ട് ലാവൻഡർ ആൻഡ് ബർഗാമോട്ട്, മിഡ് നോട്ട് ഊദ് ആൻഡ് ജെറേനിയം, ബേസ് നോട്ട് സാൻഡൽവുഡ്. പൊളിച്ചോക്കി. എന്തായാലും അഭിനയം. ഞങ്ങൾ രണ്ടാളും ഉത്തരം വാങ്ങിയ മൈജി പോയപ്പോഴാണ് അവിടെ നല്ല 2 പെർഫ്യൂമാണ് ഉണ്ടത്. അങ്ങനെ പിന്നെ അവിടുന്ന് പോയിൻ്റ് റെഡീം ചെയ്ത് വാങ്ങിച്ച തന്നെയാണ്. പിന്നെ നമ്മളിതാ ഷീഷൊക്കെ ഓർഡർ ചെയ്തു, പിന്നെ കോഫി, പിന്നെ വീണ്ടും കോഫി ഓർഡർ ചെയ്തു, പിന്നെ ഫ്രാപ്പച്ചിനോ അങ്ങനത്തെ എന്തോ സംഭവം ഓർഡർ ചെയ്തു. അപ്പോൾ ഷീഷ ഇങ്ങനെ വലിച്ചിരുന്നു, കാറ്റൊക്കെ ഊതി, മീൻസ് കാറ്റത്ത് പറപ്പിച്ച് ഇങ്ങനെ ഊതി വിടുന്നു. അങ്ങനെ അത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരു വരാൻ എന്തായാലും ടൈം എടുക്കാം. ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ എത്തി. അങ്ങനെ പിന്നെ അടുത്ത മെനു ഓഫ് ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ലോഡഡ് ഫ്രൈസ്, ക്ലബ് സാൻഡ്വിച്ച്, ക്ലബും ഓർഡർ ചെയ്തു. അങ്ങനെ പിന്നെ നമ്മളെ വിങ്സ് ഇല്ല, അത് അടിപൊളി സാധനമാണ് കേട്ടോ. മാക്സ് കഫേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ്. ലോഡഡ് ഫ്രൈസും നല്ല രസമുണ്ടായിരുന്നു, 2 വെറൈറ്റി. പിന്നെ അവിടെയൊക്കെ മീൻസ് എന്താണ് ഇൻ ഹൗസ് പാസ്ത ഉണ്ട്. ഓരെന്നെ അവിടുത്തെ ഉണ്ടാക്കുന്ന പാസ്തയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ പാസ്ത കഴിക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 12 മണിയാവാനുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ടൈം ആയപ്പോൾ ആ സ്പോട്ട് തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. കാരണം എല്ലാ ഭാഗത്തും ബീച്ചത്തതും കാണാം, ലുലുത്തതും കാണാം, പിന്നെ അപ്പുറത്തും സരോവരത്തുള്ളത്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരു പൊസിഷൻ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. വീടൊക്കെ പൊട്ടുന്നത്
കുറേ നേരം ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടൊക്കെ ഇരുന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ച് പോയാലോ എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നത്. പോയി നോക്കിയപ്പോൾ കുറച്ച് ആ ഭാഗത്തേക്ക് പോയിട്ടുള്ളൂ. അപ്പം തന്നെ ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ വെറുതെ എന്തിനാ ലേറ്റ് ആക്കുന്ന, ഉറക്കം മിസ്സാവുമല്ലോ. അതിനെക്കൊണ്ട് ഇനി ലേറ്റ് ആക്കിയാൽ ശരിയാവില്ല. 12:30 മണിയായി ഇപ്പം തന്നെ. ഇനി ഈ ബ്ലോക്കുകൾ പല സ്ഥലത്തും ഫുള്ള് ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ താണ്ടി അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും ലേറ്റാവും. അങ്ങനെ പോയി എന്തായാലും ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഫുള്ള് ബ്ലോക്കാണ്. ലുലുവിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ പിന്നെ പറയേ വേണ്ട. പിന്നെ ബൈക്കായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടയിൽ കൂടെ കയറി പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ. തുടക്കം അടിപൊളിയായ സ്ഥിതിക്ക് അൽഹംദുലില്ലാ വീണ്ടും പറയുന്നു, അടിപൊളിയായ സ്ഥിതിക്ക് കൊല്ലം ഫുള്ള് അടിപൊളിയാവട്ടെ. എല്ലാവരുടെയും എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇനിയും നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പം ടിൽ ദെൻ ബൈ. ഇനിയും നല്ല വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ലൈക്കും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ശരി കേട്ടോ, ബൈ.